ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹലോ. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് പിസ്സയാണ്. ചിക്കൻ പിസ്സയാണ്, അതായത് ഹോം മെയ്ഡ് ചിക്കൻ പിസ്സ. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്കിത് മിസ് ചെയ്താൽ വളരെ നഷ്ടമായിരിക്കും. അത്രയ്ക്ക് നല്ല പിസ്സയാണ്. നമുക്ക് അതേ ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷോർട്സിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമുക്കിനി താമസിക്കാതെ തുടങ്ങിയാലോ? തുടങ്ങാം. ബാ, നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് നമ്മളോട് ഒരു 200 ഗ്രാം ചിക്കൻ ചെറിയ ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ, പിന്നെ വേണ്ടത് നമുക്കൊരു 1/4 ടീസ്പൂൺ വിനീഗറാണ് വേണ്ടത്. അപ്പം ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് അതെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സോസും ഒക്കെ നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെന്തായാലും ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പിസയ്ക്കുള്ള സോസും അതുപോലെ തന്നെ അതിൻ്റെ ഡവും റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ നമുക്ക് സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മളൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ആദ്യം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി 3 അതിലേക്ക് മുറിച്ചിടാം. തക്കാളി ഓരോന്നായിട്ട് നമ്മൾ മുറിച്ചിടാണ് അതിലേക്ക്. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറ്റൽമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അരി കളഞ്ഞ വറ്റൽമുളകാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്രയും സാധനങ്ങളിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരൊറ്റ വിസിൽ മതി ഇത്ര ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു വിസിൽ വരുന്നോടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പിസ്സയുടെ ഡൗ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കുക. അപ്പോൾ ഒന്ന് പുളിക്കുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പുളിക്കുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ നല്ലോണം പുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബേസിൻ എടുത്തിട്ട് നമ്മുടെ ഈസ്റ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1/2 കപ്പ് മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പും 1/2 കപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ കുഴയ്ക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ പിസ്സ എത്രമാത്രം സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്കൊരു ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടത്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട്. അപ്പം വെള്ളം നിങ്ങൾ ആദ്യം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് കൂടി പോകരുത്. വെള്ളം കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ചേർത്താൽ മതിയാവും. അത് നമ്മളിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം ഈ ഒരു പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു ബോൾ പോലെ ആക്കിയെടുക്കണം. ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കിയെടുത്തിട്ട് ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒരു ഷീറ്റ് എടുക്കുക. ഇനിയിപ്പം ഇതുപോലത്തെ ഒരു ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ വൃത്തിയായിട്ടുള്ളൊരു പ്രതലത്തിൽ നമ്മൾ നന്നായിട്ട് തേച്ചൊന്ന് കുഴച്ചെടുക്കണം. അത് നമ്മുടെ ഡൗ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്യണം. ഇത് ചെയ്യാതിരിക്കരുതെങ്കിൽ നമ്മുടെ ഡൗ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നല്ല അമർത്തി തേച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് കുറച്ച് നല്ല ബലത്തിൽ തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ ഉരുട്ടിയും തേച്ചും ഒക്കെ നല്ലതുപോലെ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തൂടെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാവിൻ്റെ പുറം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് പുളിച്ച് പൊങ്ങുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ മതിയാവും. അല്ലാതെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ നമുക്ക് ഒന്ന് പുളിച്ച് വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും ഒന്ന് പുളിച്ച് പൊങ്ങുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതായിപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തവ എടുത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു 3/4 ഭാഗത്തോളം ചിക്കൻ വേവിച്ചാൽ മതിയാവും. ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ചിക്കനെ നമുക്ക് എണ്ണയിലേക്ക് എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനിലേക്ക് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, നമ്മൾ ആ നേരത്തെ വരട്ടി വെച്ച സോസും അതെല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ച് ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചിക്കൻ്റെ 2 സൈഡ് ഇപ്പോൾ ഒരേപോലെ ഒരു കളർ മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ചിക്കൻ കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. പീസ് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 3/4 ഭാഗത്തോളം വേവിച്ച് വെക്കുന്നത് കേട്ടോ. നമുക്ക് ആ ചിക്കൻ ആ സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പിസ്സയുടെ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തക്കാളി എല്ലാം കൂടെ വേവിച്ച് വെച്ചായിരുന്നല്ലോ, അത് നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഒന്ന് ഇട്ടിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. അതെല്ലാം നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ അതേ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ, തീ ഒട്ടും കൂട്ടിയിടരുത്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ കൂട്ടിയിടാൻ ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാവുള്ളൂ. നമ്മൾ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ വലിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവ് വരുന്നുണ്ട് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടെ ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിസ്സയുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക് പിസ്സയുടെ സോസിന്. കാണുമ്പോൾ ഭയങ്കര സ്പൈസി ആയിട്ട് തോന്നുന്നു, പക്ഷേ ഒട്ടും സ്പൈസി ഒന്നും ആയിരിക്കത്തില്ല. നല്ലൊരു ഫ്ലേവറാണ്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഡവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലതുപോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ ഷീറ്റിലേക്ക് തന്നെ നമ്മുടെ ഡവ് ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടി കുഴയ്ക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴയ്ക്കണം. മുമ്പത്തെ ഒപ്പം ബലം കൊടുത്ത് കുഴയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ 2 പിസ്സയ്ക്കുള്ള ഡവ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് നടുവേ നമുക്കൊന്ന് പാതിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒരെണ്ണം ഉരുട്ടി നമുക്ക് ഒരു ബേസണിലേക്ക് മാറ്റാം. രണ്ടാമത്തെ നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ടൊരു ചപ്പാത്തിയുടെ റോളർ കൊണ്ട്, അല്ലെങ്കിൽ കൈ വെച്ച് പരത്തുന്നവർക്കാണെങ്കിൽ കൈ വെച്ചാണെങ്കിലും പരത്താം കേട്ടോ. കൈ വെച്ച് പരത്താനുള്ളതേ ഉള്ളൂ.
എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒരുപാട് സ്പീഡിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തി എടുക്കരുത്. ഇതുപോലെ പതുക്കെ പതുക്കെ നമ്മളൊന്ന് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയെടുക്കുക. ഇതുപോലെ. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് പിസ്സ ഉണ്ടാക്കുന്ന മൈക്രോവനിലാണ്. ഇപ്പോൾ മൈക്രോവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അത് ഒരു 10 മിനിറ്റ് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു റിങ്ങോ എല്ലാം പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ, ഒരു പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റിനകത്ത് നമ്മൾ പിസ്സ വെച്ചിട്ട് അതൊരു 15 മിനിറ്റ് നമ്മൾ പിസ്സ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് പിസ്സ നമുക്ക് കിട്ടും. നമുക്ക് മൈക്രോവേവ് ഇല്ലാത്തവർക്കും ഇത് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മൈക്രോവേവിനകത്ത് വെക്കുന്ന ആ ഒരു പ്ലേറ്റിലേക്ക് പിസ്സ വെച്ചിട്ട് അതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് പിസ്സയ്ക്ക് നല്ലൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ. ഇനിയിപ്പോൾ നമുക്ക് പിസ്സ ഒരുപാട് കൊമളച്ച് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ച് ആ ഡവിൻ്റെ നടുക്കോട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് പിസ്സ ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ സോസ് ഒഴിച്ച് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിസ്സ ഡവിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് മൊസറല്ല ചീസ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് നല്ലതുപോലെ ഇട്ടോളൂ കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചീസ് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതുപോലെ ചീസ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ വെക്കുന്നത് ക്യാപ്സിക്കം ആണ്. നമുക്ക് ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും വെക്കാം. നമ്മളിവിടെ ഗ്രീനാണ് കിട്ടിയത്, അതുകൊണ്ട് ഗ്രീൻ നമ്മൾ വെക്കുന്നത്. നിങ്ങൾക്ക് വേറെ റെഡോ യെല്ലോയോ ഒക്കെ വെക്കുവാണെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും. ഇനി കുറച്ച് ഒനിയൻ ക്യൂബ്സ് ആക്കി അരിഞ്ഞത് നമ്മൾ ഒരു എത്രലാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ ഒക്കെ ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ടൊമാറ്റോയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഒലീവ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിവിടെ ബ്ലാക്ക് ഒലീവ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഒലീവ്സും വെച്ച് കൊടുക്കുക. ഒലീവ്സൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അതിൻ്റെ പുറത്തൂടെ വീണ്ടും നമ്മൾ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വലത്തി കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ല അടിപൊളി, നമുക്ക് പിസ്സ ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മൈക്രോവൻ നമ്മളൊരു 10 മിനിറ്റ് ആദ്യം 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം 160 ഡിഗ്രിയിൽ തന്നെ ഒരു 15 മിനിറ്റ് പിസ്സ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല പിസ്സ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ ചിക്കൻ പിസ്സ, ഹോം മെയ്ഡ് ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും നമ്മുടെ പിസ്സ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റോടെ ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ ഞങ്ങളിവിടെ പിസ്സ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ബവിക്കുട്ടിൻ്റെ പിസ്സ നോർമൽ പിസ്സയാണ്. അതിനകത്ത് ബവിക്കുട്ടിന് വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും വെജിറ്റബിൾസ് ഇട്ട പിസ്സ അത്ര ഇഷ്ടമല്ല. ഞാൻ നമ്മുടെ ചെയ്ത പിസ്സ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ബവിക്കുട്ട ആദ്യം കഴിച്ചു നോക്കിയോ. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ആണോ? നിനക്കാണോ കഴിച്ചു നോക്കട്ടെ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കാൻ പോണേ. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സോസ് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സോസ് കേട്ടോ അതിൻ്റെ. സൂപ്പർ.
അതുപോലെ തന്നെ ആ ചീസ് നമ്മൾ നല്ലോണം സ്പ്രെഡ് ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ ഒരു രസമുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒറിഗാനോയുടെ ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറും നമുക്ക് നന്നായിട്ട് എടുത്തറിയാനുണ്ട്. പിന്നെ ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ഒലീവ്, അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പറാണോ? അടിപൊളി. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോവൻ ഇല്ലാത്തവർക്കാണെങ്കിലും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. ബൈ പറ. ബൈ.